ഹരി ഓം. കൃഷ്ണമന്ദിർ സത്സംഗ സമിതിയിലെ എല്ലാ സജ്ജനങ്ങളെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 33-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നത്. ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ സാറാണ്. സാറിനെ ക്ലാസ് നയിക്കുന്നതിന് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രൗപ്രചണ്ഡമരുവേദമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരേ അജുഹാവ ത്രേതി തന്മയതയാതരവോ നേതുസ്തം പതുഭൂതഹൃദയം പാദം. പ്രമാദനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ മുമ്പ് സൂചിപ്പിച്ച പോലെ തൃതീയ സ്കന്ധം 33-ാം അധ്യായം 20-ാമത്തെ ശ്ലോകം എടുക്കുന്നു. 19 വരെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ചർച്ച ചെയ്ത് ഇന്ന് 20-ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കുന്നു. തദീപ്സിതതമം അപ്യാഖണ്ഡരയോഷിതം കിഞ്ചിച്ചകാരവദനം പുത്രവിശ്ലേഷണാതുരാം. ഹിത്വ ഉപേക്ഷിച്ചിട്ട്, തത് ഈപ്സിതം ആ ആശ്രമത്തെ ഉപേക്ഷിച്ചിട്ട്, ക്ലാസ്സിലാണല്ലോ ഹിത്വാ തത്, തത് ആശ്രമം ഹിത്വാ ഈപ്സിതതമം അപി, ഈപ്സിതതമം ഏറ്റവും ഇഷ്ടപ്പെടാൻ തക്ക വിധത്തിലുള്ള ഈപ്സിതതമമായ അപി ആഖണ്ഡരയോഷിതാം, ഇന്ദ്രന്റെ സ്ത്രീകൾക്ക്, ആഖണ്ഡലൻ ഇന്ദ്രൻ, ആഖണ്ഡരയോഷിതാം ഇന്ദ്രസ്ത്രീകൾക്ക്, ഇന്ദ്രന്റെ സ്ത്രീകൾക്ക്, സ്വർഗലോകത്തിലെ സ്ത്രീകൾക്ക്, ഉർവശ്യാദികളായ സ്ത്രീകൾക്ക്, ആഖണ്ഡരയോഷിതാം അഭി ഈപ്സിതതമം തത് ഹിത്വ, ആഖണ്ഡരയോഷിത്തുകൾക്ക് കൂടി ഏറ്റവും ഇഷ്ടപ്പെട്ടതായ ആ ആശ്രമത്തെ ഉപേക്ഷിച്ചിട്ട്, ഹിത്വ തത് ഈപ്സിതതമം അപി ആഖണ്ഡരയോഷിതാം കിഞ്ചിത് ചകാര വദനം, വദനം മുഖത്തെ കിഞ്ചിത് ചകാര അല്പമാക്കി ചെയ്തു, മുഖത്തിനൊരു ചെറിയ വാട്ടം ഉണ്ടായി. പുത്ര വിശ്ലേഷണ ആതുര, പുത്രന്റെ വേർപാട് കൊണ്ട് ആതുരയായി തീർന്ന അവൾ മുഖം ഒന്നു വാടി ഒന്നു മാറിപ്പോയി. ഈ ആശ്രമം അത്രയ്ക്ക് മഹനീയമാണ്. സ്വർഗവാസികളായ സ്ത്രീകൾ പോലും ഇവിടേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന അത്ര മനോഹരമായ ആ ആശ്രമാദികൾ ഉണ്ടായിരുന്ന അഭിമാനത്തെ മുഴുവനും ഇവൾ വിട്ടു. എന്നിട്ട് സമ്പൂർണമായിട്ടും യോഗത്തിൽ ലയിച്ചവളായിത്തീർന്നു. ഇത്രയൊക്കെ ആയിട്ടും പുത്രന്റെ വിരഹം നിമിത്തം മുഖത്തൊരു ചെറിയ ദുഃഖം കാണപ്പെട്ടു. ഒരു മഹായോഗിനിയുടെ അവസ്ഥയിലേക്ക് ഇവൾ മാറി. ആ അവസ്ഥയിൽ പോലും സാധാരണ ഒരമ്മയ്ക്ക്, മനുഷ്യ സ്ത്രീക്ക് ഉണ്ടാകാവുന്ന ഒരു വികാരത്തിന്റെ പാരവശ്യം ഇവളും അനുഭവിച്ചു. അല്പസമയത്തേക്ക് മുഖത്തത് പ്രകടമായി കണ്ടു. ഹിത്വാതദീപ്സിതതമപ്യാഖണ്ഡരയോഷിതം കിഞ്ചിച്ചകാരവദനം പുത്രവിശ്ലേഷണാതുരാം. ആഖണ്ഡരയോഷിതാം അപി ഈപ്സിതതമം തദ് ഹിത്വാ പുത്രവിശ്ലേഷണാതുര വദനം കിഞ്ചിച്ചകാര. ഹിത്വാ തദീപ്സിതതമപ്യാഖണ്ഡരയോഷിതം
വ്യാഖണ്ഡലയോഷിതാം കിഞ്ചിച്ചകാരവദനം പുത്രവിശ്ലേഷണാതുരാം ഹിത്വാ തദീപ്സിതതമം അപി ആഖണ്ഡലയോഷിതാം കിഞ്ചിച്ചകാരവദനം പുത്രവിശ്ലേഷണാതുരാം വനം പ്രൗരവൃജിതേ പത്യാവപത്യവിഹാതുരാം ജ്ഞാതതത്വപ്യഭൂഷൺ അഷ്ടേ വത്സേ ഗൗരിവത്സലാം വനം പ്രവ്രജിതേ വനത്തിലേക്ക് പ്രവ്രാജനം ചെയ്ത തിരിച്ചു വരാതെ ഉള്ള പോക്കിനാണ് പ്രവ്രജനം എന്ന് കൊണ്ട് പ്രവ്രാജകന്മാർ എന്നൊക്കെ പറയും ഈ സന്യാസിമാരും മഹർഷിമാരും. അവര് തിരിച്ച് ഗാർഹസ്ഥ്യത്തിലേക്ക് വരില്ല, വാനപ്രസ്ഥത്തിലേക്കും വരില്ല. അതുകൊണ്ടാണ് അവര് പ്രകർഷേണ വ്രജിച്ചു പോയവരാണ്, വിട്ടുപോയവരാണ്, പോയടത്തേക്ക് പിന്നെ വരില്ല. ഇപ്പൊ പ്രവ്രജിതേ വനം പ്രവ്രജിതേ പത്യൗ അപത്യവിരഹാതുരാ പത്യാവപത്യവിരഹാതുരാ. പത്യൗ പതി ഭർത്താവ് വനത്തിലേക്ക് പോയപ്പോൾ അപത്യവിരഹാതുരാ സന്താനവിരഹത്താൽ ദുഃഖിതയായ അവൾ, തൻ്റെ ഭർത്താവ് തന്നെയും മകനെയും ഇവിടെ ആക്കിയിട്ട് സന്യാസാശ്രമത്തിലേക്ക് വനത്തിലേക്ക് പോകുമ്പോൾ അപത്യവിരഹാതുരയായ അവൾ ജ്ഞാത തത്വ അപി ജ്ഞാതതത്വം ആയവളെങ്കിൽ പോലും, തത്വം നന്നായി അറിഞ്ഞവളാണെങ്കിൽ പോലും അഭൂത് ഭവിച്ചു നഷ്ടേ വത്സേ ഗൗരിവ വത്സല. പശുക്കുട്ടി നഷ്ടപ്പെട്ട പശുവിനെ പോലെ, നഷ്ടേ വത്സേ ഗൗരിവ, വത്സംസ പശുക്കുട്ടി, പശുക്കുട്ടി നഷ്ടമായ പശുവിനെ പോലെ വാത്സല്യമുള്ളവളായി ഭവിച്ചു അവൾ. തന്റെ ഭർത്താവ് വനത്തിൽ പോയി കഴിഞ്ഞപ്പോൾ പുത്രനെ കുറിച്ച് തന്നെ ഓർത്ത് വിരഹാതുരയായ അവൾ ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് തത്വങ്ങൾ അറിഞ്ഞവളാണെങ്കിൽ പോലും മകന്റെ വേർപാടിൽ കുട്ടിയെ നഷ്ടപ്പെട്ട പശുവിനെ പോലെ ദുഃഖിതയായി തീർന്നു അല്പസമയം. ഈ ദേഹാഭിമാനം തത്വജ്ഞാനികൾക്ക് പോലും ഉണ്ടാകും എന്ന് കാണിക്കാൻ പോവാണ്. ഇതൊക്കെ അറിഞ്ഞ് ആചരിച്ചവരാണെങ്കിൽ പോലും അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ ഇത്തിരി വിഷമമാണ്. മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ആദ്യം കടന്നു വരുന്നത് മനുഷ്യതയാണ്. ഇതാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിനെ മാറ്റിമറിച്ചിട്ടാണ് നമ്മൾ ആധ്യാത്മികതയിലൂടെ ആർഷതയിലേക്ക് കടക്കാൻ പുറപ്പെട്ടത്. അതുകൊണ്ടാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഈ മർത്യത, മനുഷ്യത തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഭർത്താവായ കർദമൻ സന്യസിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ പുത്രനായ കപിലനെ മാത്രം വിചാരിച്ചു ജീവിച്ച അവനും ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ, ഭർത്താവ്, മക്കൾ ഇതൊക്കെ സംയോഗ വിയോഗങ്ങളാണെന്നൊക്കെ നേരത്തെ പഠിച്ചതാണ്. ഇതൊക്കെ അറിയാമെങ്കിൽ പോലും അല്പസമയത്തേക്ക് ദുഃഖിയായി. പക്ഷേ അല്പകരമായി കരകയറും. നമ്മളതല്ല, നമ്മൾ അതിൽ തന്നെ ദുഃഖിച്ചു കിടക്കും ഒരു ജന്മം മുഴുവൻ. ഇതല്ല, പെട്ടെന്ന് അതുകൊണ്ടാണ് പശുക്കുട്ടിയെ നഷ്ടപ്പെട്ട പശുവിനെ പോലെയാണ്. അല്പം കഴിയുമ്പോൾ കുട്ടി ഓടി വരും, പിന്നെ വ്യഥയില്ല. ഇതുപോലെ അല്പസമയത്തേക്ക് അവൾ ഒരു പരിഭ്രാന്തിയായി തീർന്നു. വനം പ്രൗവ്രജിതേ പത്യാവപത്യവിരഹാതുരാം ജ്ഞാതതത്വാപ്യഭൂന്നഷ്ടേ വത്സേ ഗൗരിവത്സലാം. വനം പ്രവ്രജിതേ പത്യാവപത്യവിരഹാതുരാം ജ്ഞാതതത്വാപ്യഭൂന്നഷ്ടേ വത്സേ ഗൗരിവത്സലാം. പത്യൗ വനം പ്രവ്രജിതേ അപത്യവിരഹാതുര ജ്ഞാതതത്വ നഷ്ടേ വത്സേ
വത്സലാ ഗൗഹു ഇവ അഭൂത്. വനം പ്രവ്രജിതേവത്യൗ അവത്യവിരഹാതുരാം ജ്ഞാതതത്വപ്യഭൂന്നഷ്ടേ വത്സേ ഗൗരിവ വത്സലാം. തമേവ ധ്യായതീദേവം അപത്യം കപിലം ഹരിം ബഭൂവാചിരതോ വത്സ നിസ്പൃഹ താദൃശേ ഗൃഹേ. തം ഏവ അവനെ തന്നെ ധ്യായതി ധ്യാനിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ദേവം ദേവനായ അവനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് അപത്യം പുത്രൻ ചിന്തിച്ചുകൊണ്ട് കപിലം കപിലനെ ചിന്തിച്ചുകൊണ്ട് ഹരിം ഹരിയായ വിഷ്ണുവിൻ്റെ അവതാരമായ വിഷ്ണു തന്നെയായ തൻ്റെ പുത്രനായ ആ കപിലനെ ഓർമ്മിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട്. ഇവിടെ ഒരു വെറും പുത്രചിന്തയല്ല, ഭഗവാനാണ് പുത്രനായിട്ട് വന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ പുത്രനെ കുറിച്ച് ചിന്തിച്ചാലും ഭഗവത് ചിന്ത മാത്രമായി പരിണമിക്കും. നമുക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല. നമ്മളുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, പുത്രന്മാർ, ബന്ധുക്കൾ ഇവരാരും ഈശ്വരന്മാരല്ലാത്തത് കൊണ്ട് അവരെക്കുറിച്ച് ചിന്തിച്ചാൽ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി കാമരാഗാദികളും ദ്വേഷാദികളുമായ വികാരങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും. ഇത് അതുണ്ടാവില്ല എന്ന് കാണിക്കാനാണ്. ഔണ തമേവ ധ്യായതി ദേവം അപത്യം കപിലം ഹരിം ബഭൂവ ഭവിച്ചു ആചരിതോ വത്സ. ഇവിടെ വത്സ എന്ന് വിളിച്ച് വിദുരരെ വിളിച്ചാണ്. ഹേ വിദുര, ഹേ വത്സ, നിസ്പൃഹ താദൃശി ഗൃഹേ. നിസ്പൃഹയായ അവൾ, ഒന്നിനോടും ആഗ്രഹമില്ലാത്തവളായിരിക്കുന്ന അവൾ ആ വിധത്തിലുള്ള വാസസ്ഥാനത്ത് വീട്ടിൽ താമസം ഉറപ്പിച്ചു കുറച്ച് നാളുകൂടി വസിച്ചു കൊടുത്തു. അല്ലയോ വിദുര, പുത്രരൂപേണ ഭഗവാൻ ശ്രീഹരി അവതരിച്ചു തന്റെ മുമ്പിലുണ്ടായിരുന്നു, ഇപ്പോൾ നഷ്ടമായി. അതിനെ ധ്യാനിച്ചു കൊണ്ടിരുന്ന ദേവഹൂതി ആ ഗൃഹത്തിനുള്ള താല്പര്യമൊന്നുമില്ലാത്തവളായി ആ വീട്ടിൽ തന്നെ താമസിച്ചു. അങ്ങനെ വീട്ടിൽ താമസിക്കാം. വീട് വിട്ടു പോകണമെന്നില്ല. വീടിൻ്റെ ഓരോ അവസ്ഥാന്തരങ്ങളിലും അവയോട് ആഭിമുഖ്യം പുലർത്തി അതിൽ തന്നെ നിന്ന് വിട്ടുപോവാതിരിക്കാനുള്ള ആസക്തി ഇല്ലാതെ വീട്ടിൽ താമസിക്കാം. അത്യാസക്തി ഇല്ലാതെ വീട്ടിൽ താമസിക്കാം. അങ്ങനെ കപിലനെ ധ്യാനിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ അവൾ കഴിഞ്ഞുകൂടി. തമേവ ധ്യായതി ദേവം അപത്യം കപിലം ഹരിം ബഭൂവാചരിതോ വത്സ നിസ്പൃഹ താദൃശേ ഗൃഹേ. ഹേ വത്സ, അപത്യം തം കപിലം ഹരിം ഏവ ധ്യായതി അചിരതഃ താദൃശേ ഗൃഹേ നിസ്പൃഹ ബഭൂവ. തമേവ ധ്യായതി ദേവം അപത്യം കപിലം ഹരിം ബഭൂവാചരിതോ വത്സ നിസ്പൃഹ താദൃശേ ഗൃഹേ. തമേവ ധ്യായതി ദേവം അപത്യം കപിലം ഹരിം ബഭൂവാചരിതോ വത്സ നിസ്പൃഹ താദൃശേ ഗൃഹേ. ധ്യായതേ ഭഗവദ്രൂപം യഥാഹ ധ്യാനഗോചരം സ്ഫുടപ്രസന്നവദനം സമസ്തവ്യസ്തചിന്തയാം. ഭഗവത് രൂപം ധ്യായതി, ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് തന്നെ. ഇത് ആഹാ, യാതെന്നാണോ പറഞ്ഞത്? ധ്യാനഗോചരം ഭഗവത് സ്വരൂപം ധ്യായന്തി, ധ്യാനത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ധ്യാനഗോചരനായ ആ ഭഗവത് സ്വരൂപത്തെ ഏത് ആഹാ, യാതെന്നാണോ ആ ഭഗവാൻ തന്നോട് പറഞ്ഞത്? എന്താണ്? ഇത്രയും നീണ്ട അധ്യായങ്ങൾ കൂടി കപിലൻ കൊടുത്ത ഉപദേശം. പുതഃ പ്രസന്നവദനം, ആ പുത്രൻ പ്രസന്നവദനം, സന്തുഷ്ടമായ മുഖത്തോടെ, സമസ്ത വ്യസ്തചിന്തയാ, എല്ലാ ചിന്തകളും വേർതിരിച്ചുകൊണ്ട്, സമസ്തമായ ആ ചിന്തകളെ, സമസ്ത വ്യസ്ത ചിന്തയ, വ്യസ്തം വേർപെടുത്തിക്കൊണ്ട് അവൾ ധ്യാനിച്ചവളായി തീർന്നു പോകുന്നുണ്ട്.
ആ ഭഗവത് സ്വരൂപത്തെ തന്നെ അവൾ ധ്യാനിച്ചു. സമസ്തമായും വ്യക്തമായും ധ്യാനിച്ചു. ഒന്നിച്ച് ടോട്ടലായിട്ടൊരു സ്വരൂപത്തെ ധ്യാനിച്ചു. ഓരോരോ അവയവങ്ങൾ, കണ്ണ്, മൂക്ക്, പിന്നെന്താണ് വായ എന്നിങ്ങനെ ഓരോരോ അവയവങ്ങൾ പ്രത്യേകം പ്രത്യേകമായും അതും അവൾ ധ്യാനിച്ച് ഉറപ്പിച്ചു. പാദം മുതൽ ശിരസ് വരെ ഒന്നായി കണ്ടതിന്റെ പേരാണ് സമസ്ത ചിന്ത. അവയവങ്ങളെ വേർതിരിച്ച് കാണിക്കുന്നതാണ് വ്യക്തചിന്ത. ഇങ്ങനെ രണ്ടു വിധത്തിലുള്ള ചിന്ത കൊണ്ട് അവൾ ധ്യാനത്തെ ഉറപ്പിച്ച് ആശ്രമത്തിൽ തന്നെ ഇരുന്നു. ധ്യായതേ ഭഗവദ്രൂപം യഥാഹ ധ്യാനഗോചരം പുതഃപ്രസന്നവദനം സമസ്തവ്യസ്തചിന്തയാം. പുതഃ ധ്യാനഗോചരം യത് പ്രസന്നവദനം ഭഗവദ്രൂപം ആഹാ സമസ്തവ്യസ്തചിന്തയാം ധ്യായതി. ധ്യായതേ ഭഗവദ്രൂപം യഥാഹ ധ്യാനഗോചരം പുതഃപ്രസന്നവദനം സമസ്തവ്യസ്തചിന്തയാം. ധ്യായതേ ഭഗവദ്രൂപം യഥാഹ ധ്യാനഗോചരം പുതഃപ്രസന്നവദനം സമസ്തവ്യസ്തചിന്തയാം. ഭക്തിപ്രവാഹയോഗേന വൈരാഗ്യേണ ബലീയസാം യുക്താനുഷ്ഠാനജാതേന ജ്ഞാനേന ബ്രഹ്മഹേതുനാം വിശുദ്ധേന തദാത്മാനം ആത്മനാ വിശ്വതോ മുഖം സ്വാനുഭൂത്യ തിരോഭൂത മായാഗുണവിശേഷണം ബ്രഹ്മണ്യവസ്ഥിതമതൻ ഭഗവത്യാത്മസംശ്രയേൻ നിവൃത്ത ജീവാപത്യത്വാൻ ക്ഷീണക്ലേശാപ്തനിർവൃതീൻ നിത്യാരൂഢസമാധിത്വാൻ പരാവർത്തഗുണഭ്രമാം ന സസ്മാരതദാത്മാനം സ്വപ്നെ ദുഷ്ടനിബോധിതാം. 4 ശ്ലോകത്തെ ഒന്നിച്ച് ആശയം പൂർണ്ണമാക്കിയതാണ് നമ്മുടെ ഭക്തി പ്രവാഹയോഗേന. ഭക്തിയുടെ ഒഴുക്ക് ആയ യോഗം കൊണ്ട്, ഭക്തിപ്രവാഹയോഗേന ബലീയസ വൈരാഗ്യേണ ബലിഷ്ഠമായ വിരക്തി കൊണ്ട്, ബലീയസ വൈരാഗ്യേണ ബലിഷ്ഠമായ വിരക്തി കൊണ്ടും ഭഗവത് ഭക്തിയുടെ ഒഴുക്കുകൊണ്ടും യുക്ത അനുഷ്ഠാനജാതേന ജ്ഞാനേന ബ്രഹ്മഹേതുന സമുചിതമായ യുക്തമായ അനുഷ്ഠാനം, നിത്യകർമ്മങ്ങൾ, ദിനചര്യകൾ അതുകൊണ്ട് ഉണ്ടായ ഇല്ല, ഞാൻ ക്ലാസ്സില അല്ല, അങ്ങനെ കഴിക്കാം. ഓക്കെ, അയാൾക്ക് പോവാ. യുക്തമായ അനുഷ്ഠാനം കൊണ്ട് ഉണ്ടായ, സമുചിതമായ ദിനചര്യകൾ കൊണ്ട് ഉണ്ടായ ബ്രഹ്മഹേതുന ജ്ഞാനേന ബ്രഹ്മഹേതുവായ ജ്ഞാനം കൊണ്ട്, ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഉപകരിക്കുന്ന ജ്ഞാനം കൊണ്ട്, ഭക്തി കൊണ്ട്, വൈരാഗ്യം കൊണ്ട്, ജ്ഞാനം കൊണ്ട്, ഈ 3 കാര്യം പറഞ്ഞാണ്. ഭക്തിയുടെ ഒഴുക്കുകൊണ്ട്, ബലിഷ്ഠമായ വൈരാഗ്യം കൊണ്ട്, കാരണം ബലിഷ്ഠമാകാൻ ഇത്തിരി പാടാണ് വൈരാഗ്യം. വൈരാഗ്യം ഉണ്ടാകാം, പക്ഷെ ഇത്തിരി കഴിയുമ്പോൾ പിന്നെ അത് പോകും. വീണ്ടും നമ്മൾ ആസക്തരാകും. അല്പസമയത്തേക്കൊക്കെ വൈരാഗ്യം നമുക്ക് നിലനിൽക്കുകയുള്ളൂ. കാരണം എന്താണ്? വൈരാഗ്യത്തിന് ബലമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ബലിഷ്ഠമായ വിരക്തി ഉണ്ടാകണം. അതേപോലെ ബ്രഹ്മഹേതുവായ ജ്ഞാനം നിത്യേന ഉള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ടാണ് നേടിയെടുക്കാൻ പറ്റുന്നത്. സന്ധ്യാവന്ദനാദികളായ അനുഷ്ഠാനങ്ങൾ,
കൃത്യമായ ദിനചര്യകൾ ഇങ്ങനെ കുറെ അടുക്കും ചിട്ടയോടും കൂടി നേടിയെടുക്കേണ്ടതാണ് ജ്ഞാനം. ഈ 3 എണ്ണം കൊണ്ട്: ഭക്തി കൊണ്ട്, വൈരാഗ്യം കൊണ്ട്, ജ്ഞാനം കൊണ്ട്. വിശുദ്ധേന തത് ആത്മാനം ആത്മന വിശ്വതോമുഖം. ഈ അറിവ് കൊണ്ട് വിശുദ്ധമായ ആത്മന മനസ്സുകൊണ്ടുള്ള തത് ആത്മാനം ആത്മന വിശ്വതോമുഖം വിശ്വതോമുഖമായ പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ചു നിൽക്കുന്ന ആ ആത്മസ്വരൂപം കൊണ്ട് തൻ്റെ ആത്മാവ് കൊണ്ട് ആ ആത്മാവിനെ അനുഭൂത്യ സ്വന്തം അനുഭവം കൊണ്ടും തിരോഭൂത മായാഗുണവിശേഷണം തിരോഭവിച്ച ഇല്ലാതായിപ്പോയ മായയുടെ ബാധ ഇല്ലാത്തതായ മായാഗുണവിശേഷത്തോട് ഉപേക്ഷിക്കപ്പെട്ട മായാഗുണവിശേഷത്തോടു കൂടിയതായ ഇല്ലെന്ന് അനുഭവിക്കപ്പെട്ട മായാഗുണത്തോടാണ്. എല്ലാവരും മായയിൽ അകപ്പെടുമ്പോൾ ഈ മായ എന്നെ ബാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കുക. തിരോഭൂത മായാഗുണ വിശേഷണം സ്വാനുഭൂത്യ അങ്ങനെയുള്ള സ്വന്തം അനുഭവം കൊണ്ടും ബ്രഹ്മണ്യവസ്ഥിതമതൻ ബ്രഹ്മത്തിൽ ഉറച്ചിരിക്കുന്ന ബുദ്ധി, ബ്രഹ്മണി അവസ്ഥിത മതി, ബ്രഹ്മത്തിൽ അവസ്ഥിതമാകുന്ന മതി ബുദ്ധി, ഭഗവതി ആത്മസംശ്രയേ ദേഹാദികൾക്ക് ആശ്രയമായ ഭഗവതി ബ്രഹ്മണി ഭഗവത് സ്വരൂപമായ ബ്രഹ്മത്തിൽ ബ്രഹ്മണി അവസ്ഥിതമതി ഭഗവതി ആത്മസംശ്രയമായ ഇവിടെ ആത്മാവിന് ദേഹം എന്നർത്ഥം. ദേഹാദികൾക്ക് ആശ്രയമായ ബ്രഹ്മണി ഭഗവതി അവസ്ഥിതി ബ്രഹ്മസ്വരൂപമായ ആ ഭഗവാനിലുള്ള അവസ്ഥിതി, ഉറപ്പ്, ഇരിപ്പ്, ഉറച്ച ബുദ്ധി, അതോടുകൂടി നിവൃത്ത ജീവാപത്തിത്വാത് ജീവാപത്തികളെ നിവർത്തിച്ചതേർത്ഥം. ജീവഭാവത്തെ നിവർത്തിച്ചതുകൊണ്ട് ഞാനൊരു ജീവനല്ല, ഞാനൊരു മനുഷ്യനല്ല എന്ന് മനുഷ്യസഹജമായി ജീവഭാവത്തെ പിന്തിരിപ്പിച്ചിട്ട് നിവർത്തിപ്പിച്ചുകൊണ്ട് നിവൃത്ത ജീവാപത്തിത്വാത് ക്ഷീണക്ലേശ ആപ്തനിർവൃത്തി ക്ലേശങ്ങൾ ക്ഷീണങ്ങളാവുക, ക്ലേശങ്ങൾ ക്ഷയിച്ചിട്ട് ആപ്ത നിർവൃത്തി സുഖത്തെ പ്രാപിക്കുക. ക്ഷീണക്ലേശ ആപ്ത നിർവൃത്തി ആശകൾ ക്ഷീണങ്ങളാകുമ്പോൾ നിർവൃതിയെ പ്രാപ്തം പ്രാപിക്കാൻ പറ്റുക. അങ്ങനെ നിർവൃതി പ്രാപിച്ചുകൊണ്ട് നിത്യാരൂഢ സമാധിത്വാത് നിത്യമായും നാശമില്ലാത്തതായ ആ ആത്മാവിൽ ഉറപ്പിച്ചതുകൊണ്ട് നിത്യ ആരൂഢ സമാധിത്വാത് നിത്യമായും അധിരോഹണം ചെയ്ത കടന്നെത്തിയ ആ സമാധി കൊണ്ട് എന്നർത്ഥം. നിത്യമായ അനുശീലനം കൊണ്ട് സമാധ്യവസ്ഥയിലേക്ക് കടന്നെത്തിയ നിത്യ ആരൂഢ സമാധിത്വാത് പരാവർത്ത ഗുണഭ്രമ പരാവർത്തം മറ്റൊന്നിലെ വൈഷമ്യം കൊണ്ട് അതിലേക്ക് മാത്രം വ്യാപരിച്ചിരിക്കുന്ന
അപ്പം ഈ പരാവർത്ത ഗുണഭ്രമ മറ്റുള്ളതിൽ നിന്നും വ്യാപരിക്കപ്പെട്ട ഗുണത്തിൽ ഭ്രമമുള്ളവളായി നഫസ്മാര സ്മരിച്ചില്ല തത് ആത്മാനം ആ ആത്മസ്വരൂപത്തെ സ്വപ്നെ ദൃഷ്ടമിവോത്ഥിതം സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരുന്ന പദാർത്ഥത്തെ പെട്ടെന്ന് കാണാതായി സ്മരിക്കാത്തതുപോലെ സ്വപ്നത്തിൽ എത്ര പദാർത്ഥങ്ങളെ കാണും? ഇതൊന്നും സത്യമല്ല, അതൊക്കെ മിഥ്യയാണ്. ഇത് അറിഞ്ഞിട്ടാണ് ജീവഭാവത്തിൽ നിന്നും മുക്തി പരമാർത്ഥ ചൈതന്യത്തിലേക്ക് ലയിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ കൂടി അത് വ്യക്തമാക്കിയത്. ന സസ്മാരതാത്മാനം സ്വപ്നെ ദൃഷ്ടവിവോത്ഥിത. സ്വപ്നത്തിൽ കാണുന്നതൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. എവിടെ പോയി? ഞാൻ കണ്ടുകൊണ്ടിരുന്നതല്ലേ, അനുഭവിച്ചുകൊണ്ടിരുന്നതല്ലേ, പക്ഷെ എന്തില്ല, പോയി, നഷ്ടപ്പെട്ടുപോയി. ഇതുപോലെയാണ് ദേഹഭാവം നശിച്ച് മായ എന്ന നിദ്രയിൽ തന്നെയും ഈശ്വരനെയും രണ്ടായിട്ട് കണ്ട എല്ലാ ജ്ഞാനങ്ങളും ഉദിച്ചപ്പോൾ സ്വപ്ന പദാർത്ഥങ്ങളെ പോലെ ബാക്കിയെല്ലാം മിഥ്യയായി. ഇതുവരെ കണ്ടറിഞ്ഞതൊക്കെ മിഥ്യയായി, സത്യമായി ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ഒരു അനുഭവത്തിലെത്തുമ്പോൾ ജീവാത്മഭാവത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മുക്തിയാവും. 3 യോഗത്തെക്കുറിച്ചാണ് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ഒന്ന് കർമ്മം, പിന്നൊന്ന് ഭക്തി, പിന്നൊന്ന് ജ്ഞാനം. ഇത് മൂന്നും നമ്മളിപ്പോൾ അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ്. ഇത് 3 കൊണ്ടുമാണ് നമുക്ക് വിരക്തി ഉണ്ടാകേണ്ടത്, വൈരാഗ്യം ഉണ്ടാകേണ്ടത്. അതിന് ഉചിതമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ആ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ബുദ്ധിയിൽ പ്രതിഫലിച്ചു കാണുന്ന ആ ആത്മാനന്ദത്തിൻ്റെ അനുഭവം കൊണ്ട് മായയൊക്കെ മാറ്റിക്കളയും. ദേഹേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധമുണ്ടാവില്ല. ആത്മാവിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഭഗവാനിൽ മനസ്സ് സ്ഥിരമായും ഭവിച്ചതുകൊണ്ട് ജീവാത്മഭാവത്തിന് മുക്തി ഉണ്ടാകും, ജീവൻ മുക്തി ഉണ്ടാകും. എല്ലാത്തരം ക്ലേശങ്ങളും അതോടെ നശിക്കും. ഈ ത്രിഗുണഭ്രമങ്ങൾ ഇനി ഉണ്ടാവില്ല. സത്വരജസ്തംസുകളുടെ ഭ്രമം ഇനി ഉണ്ടാവാത്ത മട്ടിൽ വിട്ടുപിരിയും. അത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് മറ്റു പദാർത്ഥങ്ങളെ കാണുമ്പോൾ സ്വന്തം ദേഹത്തെക്കൂടി സ്മരിച്ചില്ല. ഉറക്കത്തിൽ എത്ര പദാർത്ഥങ്ങൾ കാണുമ്പോഴും തൻ്റെ ശരീരത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവില്ല. അപ്പം ഉറക്കത്തിൽ ദേഹഭാവത്തേക്ക് നഷ്ടപ്പെടുത്തിയില്ലേ, നശിപ്പിച്ചല്ലോ. അപ്പം മായാസ്വരൂപമായ ഈ നിദ്രയിൽ ഇതെല്ലാം നഷ്ടപ്പെടും. ഏതുപോലെ? സ്വപ്ന പദാർത്ഥങ്ങൾ എന്ന പോലെ അത് മിഥ്യയാണ്, സത്യമല്ല. പക്ഷെ ഇത് മിഥ്യയാണെന്ന് അറിയുന്നത് ഉണരുമ്പോൾ മാത്രമേ അറിയൂ. അതുവരെ സ്വപ്നം സത്യമാണ്. ഈ ജ്ഞാനസാക്ഷാത്കാരം ഉണ്ടാകുന്നത് വരെ ഈ പ്രപഞ്ചം സത്യമാണെന്നേ തോന്നുകയുള്ളൂ. ജ്ഞാനസാക്ഷാത്കാരം ഉണ്ടായിക്കഴിയുമ്പോൾ മനസ്സിലാക്കും ഈ പ്രപഞ്ചം സത്യമല്ല, മിഥ്യയാണ്. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ എന്ന് സാക്ഷാത്കരിക്കപ്പെടും. ഈ അവസ്ഥയിലേക്കാണ് ഇനി എത്തേണ്ടത്. ഇവൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയെക്കുറിച്ച് വർണ്ണിച്ചതാണ്. ഭക്തി പ്രവാഹയോഗേന വൈരാഗ്യേന ബലീയസാം യുക്ത അനുഷ്ഠാനജാതേന ജ്ഞാനേന ബ്രഹ്മഹേതുനാം വിശുദ്ധേന തദാത്മാനം ആത്മനാ വിശ്വതോമുഖം സ്വാനുഭൂത്യാതിരോഭൂത മായാഗുണവിശേഷണം ബ്രഹ്മണ്യവസ്ഥിതമത് ഭഗവത്യാത്മസംശ്രയം നിവൃത്തജീവാവത്തിത്വാ ക്ഷീണക്ലേശാപ്തനിർവൃതി നിത്യാരൂഢസമാധിത്വാൽ പരാവർത്തഗുണഭ്രമാം
ന സസ്മാരതാത്മാനം സ്വപ്നെ ദൃഷ്ടമിവോദ്ധിതാം. ഭക്തിപ്രവാഹയോഗേന ബലീയഫ വൈരാഗ്യേന യുക്താനുഷ്ഠാനജാതേന ബ്രഹ്മഹേതുന ജ്ഞാനേന വിശുദ്ധേന ആത്മന സ്വാനുഭൂത്യ വിശ്വതോമുഖം തിരോഭൂതമായാഗുണവിശേഷണം ആത്മസംശ്രയേ ഭഗവതി ബ്രഹ്മണി അവസ്ഥിതമതിഹി നിവൃത്ത ജീവാപത്തിത്വാത് ക്ഷീണക്ലേശ ആപ്തനിർവൃത്തി നിത്യാരൂഢ സമാധിത്വാത് പരാവർത്തഗുണഭ്രമാ ഉദ്ധിതഃ സ്വപ്നദൃഷ്ടം ഇവ ന സസ്മാര. ഭക്തിപ്രവാഹയോഗേന വൈരാഗ്യേന ബലീയസാം യുക്താനുഷ്ഠാനജാതേന ജ്ഞാനേന ബ്രഹ്മഹേതുനാ വിശുദ്ധേന തദാത്മാനം ആത്മനാ വിശ്വതോമുഖം സ്വാനുഭൂത്യാ തിരോഭൂത മായാഗുണവിശേഷണം ബ്രഹ്മണ്യവസ്ഥിതമത് ഭഗവത്യാത്മസംശ്രയേ നിവൃത്തജീവാപത്തിത്വാത് ക്ഷീണക്ലേശാപ്തനിർവൃത്തി നിത്യാരൂഢസമാധിത്വാത് പരാവർത്തഗുണഭ്രമാ ന സസ്മാരതദാത്മാനം സ്വപ്നെ ദൃഷ്ടമിവോദ്ധിതാം. ഭക്തിപ്രവാഹയോഗേന വൈരാഗ്യേന ബലീയസാം യുക്താനുഷ്ഠാനജാതേന ജ്ഞാനേന ബ്രഹ്മഹേതുനാ വിശുദ്ധേന തദാത്മാനം ആത്മനാ വിശ്വതോമുഖം സ്വാനുഭൂത്യാ തിരോഭൂത മായാഗുണവിശേഷണം ബ്രഹ്മണ്യവസ്ഥിതമത് ഭഗവത്യാത്മസംശ്രയേ നിവൃത്തജീവാപത്തിത്വാത് ക്ഷീണക്ലേശാപ്തനിർവൃത്തി നിത്യാരൂഢസമാധിത്വാത് പരാവർത്തഗുണഭ്രമാ ന സസ്മാര തദാത്മാനം സ്വപ്നെ ദൃഷ്ടമിവോദ്ധിതാം. തദ്ദേഹപരതപോഷോപ്യകർഷശ്ചാധ്യസംഭവാത് ബഭൗ മലൈരവച്ഛന്ന സധൂമൈവ പാവകാം. തദ് ദേഹ, ആ ദേഹം, പരതഃ പോഷഃ അപി, മറ്റുള്ളവരാൽ പോഷിപ്പിക്കപ്പെട്ടതായിരുന്നെങ്കിലും, പരതഃ പോഷോ അപി, പരനാൽ മറ്റുള്ളവരാൽ പരിപോഷിപ്പിക്കപ്പെട്ടതാണ് എങ്കിലും, കൃശഃ ച അധ്യസംഭവാത്, ആധിയുടെ സംഭവം കൊണ്ട്, ആധ്യസംഭവാത് ദുഃഖമില്ലാത്തതുകൊണ്ട്, ആധ്യസംഭവാത് കൃഷശ്ച കൃഷമായി, ബഭൗ ഭവിച്ചു, മലൈഹി അവച്ഛന്ന സധൂമൈവ പാവക മാലിന്യത്താൽ മറഞ്ഞിരിക്കുന്ന സധൂമ പാവകൈവ, പുകയോട് കൂടിയ അഗ്നി എന്ന പോലെ ബഭൗ ശോഭിച്ചു. ദേവഹൂതിയുടെ ഈ ശരീരത്തെ തദ്ദേഹ പരതപോഷോപി, മറ്റുള്ളവരാൽ പോഷിപ്പിക്കപ്പെടുന്നതാണെങ്കിലും, ദേവഹൂതിയുടെ ശരീരം നിലനിർത്താൻ പാകത്തിന് കർദമൻ സൃഷ്ടിച്ച കുറേ സുന്ദരിമാർ, വിദ്യാധരികളായ സുന്ദരിമാർ, അവരെ കുറേശ്ശെ ആഹാരം കൊടുത്ത് ആ ദേഹത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ദേവഹൂതിക്ക്. പോഷോപി അകൃഷഃ ച അധ്യസംഭവാത്, അകൃഷനായി, കൃശമല്ലാത്തതായും ആധിയില്ലാത്തതായും ഇരുന്നത് കൊണ്ട്,
മലൈഹി അവച്ഛന്നഃ ഫധൂമ പാവകൈവ. മാലിന്യങ്ങളാൽ മറഞ്ഞിരിക്കുന്ന ധൂമത്തോടു കൂടിയ അഗ്നി എന്ന പോലെ ശോഭിച്ചു. വിദ്യാധിരിമാർ അല്പാഹാരം കൊടുത്താണ് ഇവരെ പരിപോഷിപ്പിച്ച് നിർത്തിയിരിക്കുന്നതെങ്കിലും മനസ്സ് ആനന്ദം കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് ശരീരം ക്ഷീണിച്ചോ ചെറുതായോ എന്നും നോക്കാറില്ല. ശരീരത്തിന് ക്ഷീണം വരുമ്പോഴേ ശരീരം നോക്കുള്ളൂ. പക്ഷെ ഇവിടെ മനസ്സ് ആനന്ദത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടത് കൃശം അല്ലാത്തതാണ്. ശരീര വ്യാപാരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പുകയുടെ വ്യാപ്തിയോട് കൂടിയ അഗ്നിയെ പോലെയാണ്. പുറമെ ജലം പറ്റിയിരുന്നാലും അകത്തുള്ള ജ്യോതിഷിന്റെ വ്യാപ്തി നിമിത്തം അതിന് പ്രകാശം ഉണ്ടാകുക തന്നെ ചെയ്യും. ശരീരത്തിന് വേണ്ട സംസ്കാരങ്ങൾ, കുളി, ജപം, കുറി തൊടൽ, ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ശരീരത്തിൻ്റെ ശോധനയ്ക്ക് ആവശ്യമായ വ്യാപാരങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടും പുകയുടെ വ്യാപ്തിയോട് കൂടിയ അഗ്നിയെപ്പോലെ പുറത്തു മലം പറ്റിയതാണെങ്കിലും അകത്തെ തേജസ്സിൻ്റെ പ്രകാശം കൊണ്ട് ഈ ദേഹം നല്ല പ്രകാശമാനമായി. ദേവഹൂതിയുടെ ശരീരം അത് ദാസിമാർ കൊടുക്കുന്ന അല്പഭക്ഷണം കഴിച്ചിട്ടാണെങ്കിൽ പോലും നന്നായി ക്ഷീണിക്കാതെ അകൃഷയായി, ഒരു വ്യാധിയും ഇല്ലാത്തത് കൊണ്ട്, ദുഃഖങ്ങളും വേദനകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ശരീരവ്യാപാരങ്ങളെ നിയന്ത്രിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണെങ്കിലും പുകയോട് കൂടിയ അഗ്നിയെ എന്ന പോലെ ഈ പുറമെ പറ്റിയിരുന്നാലും അകത്തുള്ള ജ്യോതിഷിൻ്റെ പ്രകാശം കൊണ്ട് അതിങ്ങനെ പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. തദ്ദേഹപരതപ്പോഷോപ്യകൃഷ്ടാധ്യസംഭവാത് ബഭൗ മലീരവച്ഛന്ന ഫധൂമൈവ പാവകാം. പരതഃ പോഷഃ അപി ആദ്യസംഭവാത് അകൃശഃ മലൈഃ അവച്ഛന്നഃ തദ്ദേഹഃ ഫധൂമ പാവക ഇവ ബഭൗ. തദ്ദേഹപരതപ്പോഷോപ്യകൃഷ്ടാധ്യസംഭവാത് ബഭൗ മലൈരവച്ഛന്ന ഫധൂമൈവ പാവകാം. തദ്ദേഹപരതപ്പോഷോപ്യകൃഷ്ടാധ്യസംഭവാത് ബഭൗ മലൈരവച്ഛന്ന ഫധൂമൈവ പാവകാം. ത്വാംഗം തപോയോഗമയം മുക്തകേശം ഗദംബരം ദൈവഗുപ്തം ന ബുബുധേ വാസുദേവ പ്രവിഷ്ടധീഃ. സ്വ അംഗം, സ്വന്തം ശരീരത്തെ, തപോയോഗമയം, തപസ്സുകൊണ്ട് യോഗമയമായി പരിണമിച്ചിരിക്കുന്നു തൻ്റെ ശരീരം. ത്വാംഗം തപോയോഗമയം, മുക്തകേശം, മുടിയഴിച്ചിട്ടുകൊണ്ട്, ഗതാംബരം, വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ, ദൈവഗുപ്തം, വിധിയാൽ, ഈശ്വരനാൽ, പ്രാരബ്ധ കർമ്മത്താൽ രക്ഷിക്കപ്പെടുന്നതുമായ സ്വന്തം ശരീരത്തെ ന ബുബുധേ, അറിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? വാസുദേവ പ്രവിഷ്ടധീഹി, ബുദ്ധി വാസുദേവനായ ഭഗവാനിൽ പ്രവേശിച്ചതുകൊണ്ട് ബാക്കിയൊന്നും അറിയാൻ പറ്റില്ല. എപ്പോഴാണോ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയവും ഭഗവാനിലേക്ക് ചേർന്നിരിക്കുന്നത് അപ്പോൾ ബാഹ്യമായ ഒന്നും അറിയില്ല. ബാഹ്യമായതൊന്നും അറിയാതിരിക്കാമെങ്കിൽ ആനന്ദം മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. ഈ ആനന്ദ അനുഭവമാണ് മനുഷ്യന് വേണ്ടത്.
ഈ ധ്യാനാവസ്ഥയിൽ ലയിച്ചിരുന്നത് കൊണ്ട് മുടി കഴിഞ്ഞു പോയതോ വസ്ത്രമില്ലാതെ പോയതോ ഒന്നും ദേവഹൂതി അറിഞ്ഞിട്ടേ ഇല്ല. മനസ്സിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ശരീരത്തെ പിന്തുടരാനുള്ള ഒരു പ്രവൃത്തിയിലും വ്യാപരിച്ചില്ല. ഇതൊന്നും ആവശ്യമില്ലാതെ പോയി. ദാഹിക്കുക, വിശക്കുക, ഉറക്കം വരിക, വിശ്രമിക്കണം തോന്നുക, ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല. അവളെ സ്വാംഗം തപോയോഗമയം മുക്തകേശം ഗതാംബരം ദൈവഗുപ്തെന്ന ബുധേ ആഫുദേവ പ്രവിഷ്ടധീം. തപോയോഗമയം മുക്തകേശം ഗതാംബരം ദൈവഗുപ്തം സ്വാംഗം വാസുദേവ പ്രവിഷ്ടധീഹി ന ബുബുധേ. സ്വാംഗം തപോയോഗമയം മുക്തകേശം ഗതാംബരം ദൈവഗുപ്തെന്ന ബുബുധേ വാസുദേവ പ്രവിഷ്ടധീം. സ്വാംഗം തപോയോഗമയം മുക്തകേശം ഗതാംബരം ദൈവഗുപ്തെന്ന ബുബുധേ വാസുദേവ പ്രവിഷ്ടധീം. ഏവം സാ കപിലോക്തേന മാർഗേണാചിരത പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തമവാപഹാം. ഇങ്ങനെ അവൾ ഏവം സാ കപിലോക്തേന മാർഗേണ, കപിലൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ, അചിരത വൈകാതെ, പരം ആത്മാനം പരമാത്മാവിലേക്ക്, ബ്രഹ്മനിർവാണം ഭഗവന്തം അവാപഹ നിർവാണം ആയ ബ്രഹ്മത്തെ അവാപഹ പ്രാപിച്ചുവല്ലോ. ഇങ്ങനെ കപിലൻ ഉപദേശിച്ചു കൊടുത്ത ഭക്തിമാർഗത്തെ അനുസരിച്ചുകൊണ്ട് ആ ദേവഹൂതി അധികം വൈകാതെ ജ്ഞാനസ്വരൂപവും ആത്മസ്വരൂപവുമായ ബ്രഹ്മത്തിലേക്ക് തന്നെ ചേർന്ന് ലയിച്ചു. ഏവം സാ കപിലോക്തേന മാർഗേണാചിരത പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തമവാപഹാം. ഏവം കപിലോക്തേന മാർഗേണ സാ അചിരത പരം ആത്മാനം ഭഗവന്തം നിർവാണം ബ്രഹ്മ അവാപഹ. ഏവം സാ കപിലോക്തേന മാർഗേണ അചിരത പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തമവാപഹാം. ഏവം സാ കപിലോക്തേന മാർഗേണാചിരത പരം ആത്മാനം ബ്രഹ്മനിർവാണം ഭഗവന്തമവാപഹാം. തദ്വീരാസീത് പുണ്യതമം ക്ഷേത്രം തൈലോക്യവിശ്രുതം നാംനാ സിദ്ധപദം യത്ര സാ സംസിദ്ധിമുപേയുഷീം. തത് വീര ആഫീത്, തദ്വീരാഫീത്, തത് അതുകൊണ്ട്, വീര എന്നുള്ള സംബോധനയാണ്, വിതുരരെ വിളിച്ചതാണ്. ആഫീത് ഉണ്ടായിരുന്നു. തത് വീര ആഫീത് കുളിച്ചുമ്പോൾ തദ്വീരാഫീത് പുണ്യതമം ക്ഷേത്രം, ഏറ്റവും പുണ്യതമമായ ക്ഷേത്രത്തെ, ത്രൈലോക്യവിശ്രുതം മൂന്ന് ലോകത്തിലും പ്രസിദ്ധിയുള്ള, നാംനാ സിദ്ധപദം, സിദ്ധപദം എന്നു പേരുള്ള, എത്ര ഫാ സംസ്ഥിമുപേഷി, അവിടെയാണ് ഇവൾ സിദ്ധിയെ പ്രാപിച്ചത്. അല്ലയോ വിതുര, മുക്തിയെ പ്രാപിക്കാൻ ഉപരിക്കുന്ന വിധത്തിൽ ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയുമൊക്കെ ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൻ്റെ പേരാണ് വീരലക്ഷണം. അതുകൊണ്ടാണ് ഇപ്പം വീര എന്ന് സംബോധന ചെയ്തത്. ആ ദേവഹൂതി ഏത് സ്ഥാനത്ത് വെച്ചും ബ്രഹ്മസായുജ്യത്തെ പ്രാപിച്ചുവോ ആ സ്ഥാനത്തിന് ഇപ്പോൾ സിദ്ധപദം എന്ന ഒരു പേര് ഉണ്ടായിരിക്കുന്നു. അത് ലോകത്തിൽ വിശ്രുതമാണ്. പുണ്യതമമായ ക്ഷേത്രമായി അത് ഭവിച്ചിരിക്കുന്നു. തദ്വീരാഫീത് പുണ്യതമം ക്ഷേത്രം തൈലോക്യവിശ്രുതം നാംനാ സിദ്ധപദം യത്ര സാ സംസിദ്ധിമുപേയുഷീം. തദ്വീരാഫീത് പുണ്യതമം ക്ഷേത്രം തൈലോക്യവിശ്രുതം നാംനാ സിദ്ധപദം യത്ര സാ
സംസിദ്ധിമുപേയുഷി. ഹേ വീര, സ്വാ എത്ര സംസിദ്ധിം ഉപേയുഷി തത് സ്ഥാനം ത്രൈലോക്യവിശ്രുതം സിദ്ധവദം പുണ്യതമം ക്ഷേത്രം ആസീത്. തദ്വീര ആസീത് പുണ്യതമം ക്ഷേത്രം ത്രൈലോക്യവിശ്രുതം നാംനാ സിദ്ധവദം യത്ര സംസിദ്ധിമുപേയുഷീം. തസ്യാസ്തദ്യോഗവിധുതം ആർത്യം വിധുതമാർത്യം മർത്യമഭൂത്സരിത് സ്രോതസം പ്രവരാ സൗമ്യ സിദ്ധസേവിതാം. ഈ മഹായോഗിനിയായ ആ അമ്മ തൻ്റെ യോഗാനുഷ്ഠാനം കൊണ്ട് തന്നെ എല്ലാത്തിനെയും നശിപ്പിച്ചവളായി. തസ്യാഹ തദ്യോഗ വിധുതമാർത്യം, വിധുതം നശിപ്പിക്കപ്പെട്ടത്, മാർത്യം മർത്യധർമ്മത്തോടു കൂടിയ അവളുടെ ആ മർത്യം ദേഹത്തെ ഫരിദ് അഭൂത്, ഒരു ഫരിത്ത് പോലെ, ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു എന്നർത്ഥം. പരിശുദ്ധമായി ഭവിച്ച ദേവഹൂതിയുടെ ആ ശരീരം എല്ലാ നദികളിലും വെച്ച് ഉത്കൃഷ്ടമായ സിദ്ധന്മാർ സേവിക്കുന്ന ഒരു നദിയായി ഒഴുകി അവളുടെ ശരീരം. ഇതുവരെയായിട്ടും എങ്ങും വർണ്ണിച്ച് കേൾക്കാത്ത ഒരു സമാധ്യാവസ്ഥയുടെ ഭാവമാണ്. അവളുടെ ശരീരം ഉപ്പ് ലയിച്ചു പോകുന്ന പോലെ ലയിച്ച് ഒരു പുഴയായി ഒഴുകിപ്പോയി. ദേവഹൂതി പുഴയുടെ രൂപത്തിൽ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. സാരം തസ്യസ്തദ്യോഗവിധുത മാർത്യം മർത്യമഭൂത്സരിൽ സ്രോതസംപ്രവരാ സൗമ്യ സിദ്ധിദാ സിദ്ധിസേവിതാം. യോഗവിധുതമാർത്യം തസ്യാഹ തത് മർത്യം സൗമ്യ സിദ്ധസേവിതാം സിദ്ധിദാ സ്രോതസാം പ്രവരാ ഫരിത് ആസീത്. തസ്യാസ്തദ്യോഗവിധുതമാർത്യം മർത്യമഭൂത് ഫരിത് സ്രോതസം പ്രവരാ സൗമ്യ സിദ്ധിദാ സിദ്ധസേവിതാം. തസ്യാസ്തദ്യോഗവിധുതമാർത്യം മർത്യമഭൂത് ഫരിത് സ്രോതസാം പ്രവരാ സൗമ്യ സിദ്ധിദാ സിദ്ധസേവിതാം. കപിലോപി മഹായോഗി ഭഗവാൻ വിദുരാശ്രമാത് മാതരം സമനുജ്ഞാപ്യ പ്രാഗുദീചിം ദിശം യയൗ. കപിലനാകട്ടെ മഹായോഗി ഭഗവാൻ പിതുരാശ്രമാത്, മഹായോഗിയായ ഭഗവാൻ കപിലനാകട്ടെ പിതുരാശ്രമാത്, അച്ഛൻ്റെ ആശ്രമത്തിൽ നിന്നും മാതരം സമനുജ്ഞാപ്യ, മാതാവിനെ സമ്മതിപ്പിച്ചിട്ട് പ്രാഗ് ഉദീചിം ദിശം യയൗ, കിഴക്കു വടക്കായിരിക്കണേ. പ്രാഗ് ഉദീചിം, പ്രാഗ് കിഴക്ക്, ഉദീചി വടക്ക്, കിഴക്കു വടക്കായ ഒരു ദിക്കിലേക്ക് ദിശം യയൗ പോയി എന്നർത്ഥം. ഭഗവാൻ കപിലനും അമ്മയോട് അനുവാദം വാങ്ങിയിട്ട് പിതാവിൻ്റെ ആശ്രമത്തിൻ്റെ കിഴക്ക് വടക്കായി കിടക്കുന്ന ഒരു ദിക്കിലേക്ക് യാത്ര ചെയ്തു. കപിലോപി മഹായോഗി ഭഗവാൻ പിതുരാശ്രമാത് മാതരം സമനുജ്ഞാപ്യ പ്രാഗുദീചിം ദിശം യയൗ. മഹായോഗി ഭഗവാൻ കപില അപി മാതരം സമനുജ്ഞാപ്യ പിതുഃ ആശ്രമാത് പ്രാഗ് ഉദീചിം ദിശം യയൗ. കപിലോപി മഹായോഗി ഭഗവാൻ പിതുരാശ്രമാത് മാതരം സമനുജ്ഞാപ്യ പ്രാഗുദീചിം ദിശം യയൗ. സിദ്ധചാരണഗന്ധർവൈഃ മുനിഭിശ്ച അപ്സരോഗണൈഃ സ്തൂയമാന സമുദ്രേണ ദത്തർഹണനികേതനാം. സിദ്ധന്മാര്, ചാരണന്മാര്,
ആരെ മുനികൾ, അപ്സരസുകൾ ഇവയുടെ കൂട്ടങ്ങൾ ഇവരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് സ്തൂയമാന സിദ്ധ ചാരണ ഗന്ധർവൈഹി മുനിഭിഹി ച അപ്സരോഗണേഹി സ്തൂയമാന, ഇത്രയും പേരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് സമുദ്രേണ ദത്തർഹണനികേതന, സമുദ്രത്താൽ ദത്തമായ നൽകപ്പെട്ട അർഹണ പൂജ അർഘ്യം എന്ന് പറയാം തോടുകൂടി വാസസ്ഥാനത്തോടും കൂടിയവനായിട്ട് ഭവിച്ചു. സിദ്ധന്മാര്, ചാരണന്മാർ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, മുനിമാർ ഇവരൊക്കെ സ്തുതിച്ചുകൊണ്ട് സമുദ്രത്താൽ അർഘ്യവും ആസനവും നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സമുദ്രേണ ദത്താർഹണ നികേതന സ്തൂയമാന സിദ്ധചാരണഗന്ധർവൈ മുനിഭിശ്ചാപ്സരോഗണൈ സ്തൂയമാന സമുദ്രേണ ദത്തർഹണ നികേതനാം. സിദ്ധചാരണഗന്ധർവൈ മുനിഭിശ്ചാപ്സരോഗണൈ സ്തൂയമാന സമുദ്രേണ ദത്തർഹണ നികേതനാം. ആസ്തേ യോഗം സമാധായാം സാംഖ്യാചാര്യൈരഭിഷ്ടുതാം ത്രയാണാം അഭിലോകാനാം ഉപശാന്തി സമാഹിതാം. ആസ്തേ ഇരുന്നു, യോഗം സമാധായ യോഗത്തെ ആധാനം ചെയ്തുകൊണ്ട്, യോഗത്തെ സ്വീകരിച്ചുകൊണ്ട്, ആസ്തേ യോഗം സമാസ്ഥായ സാംഖ്യാചാര്യൈഹി അഭിഷ്ടുത, സാംഖ്യാചാര്യന്മാരാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട്, ത്രയാണാം അഭിലോകാനാം മൂന്ന് ലോകങ്ങളിലെയും ഉപശാന്തി ശാന്തിക്കായിക്കൊണ്ട് സമാഹിത ധ്യാന സമാധിയിൽ ഇരുന്നു. താൻ ഉപദേശിച്ച ഈ സാംഖ്യശാസ്ത്രം ലോകത്ത് പ്രചരിപ്പിക്കുന്ന ആചാര്യന്മാരെ സ്തുതിച്ചുകൊണ്ട് അവരും ഭഗവാനുമായി ആത്മ ഐക്യത്തെ അനുഭവിച്ചുകൊണ്ട് ഈ മൂന്ന് ലോകത്തിനുള്ള ജീവാത്മാക്കളുടെ ഉപശാന്തി രൂപമായ മുക്തി സങ്കല്പിച്ചുകൊണ്ട് ഏകാഗ്രമനസ്കനായിട്ട് കപിലൻ ഇപ്പോഴും വസിക്കുന്നു. ആസ്തേ യോഗം സമാധായ സാംഖ്യാചാര്യൈരഭിഷ്ടുതാം ത്രയാണാമഭിലോകാനാം ഉപശാന്തി സമാഹിതാം. സാംഖ്യാചാര്യൈഃ അഭിഷ്ടുതം യോഗം സമാസ്ഥായ ത്രയാണാം ലോകാനാം അപി ഉപശാന്ത്യൈ സമാഹിതഃ. ആസ്തേ ആസ്തേ യോഗം സമാധായ സാംഖ്യാചാര്യൈരഭിഷ്ടുതാം ത്രയാണാം അഭിലോകാനാം ഉപശാന്തി സമാഹിതാം. ആസ്തേ യോഗം സമാസ്ഥായ സാംഖ്യാചാര്യൈരഭിഷ്ടുതാം ത്രയാണാം അഭിലോകാനാം ഉപശാന്തി സമാഹിതാം. ഏതന്നിഗദിതം താതാം യത് പൃഷ്ടോഹം തവാനഘാം കപിലസ്യ ച സംവാദോ ദേവഹൂത്യാശ്ച പാവനാം. ഏതത് നിഗദിതം, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. താത എന്നുള്ളത് കുഞ്ഞ് എന്നൊരു സംബോധനയാണ്. യത് പൃഷ്ടോഹം തവ അനഘ, ഹേ അനഘ പാപമില്ലാത്തവനെ, നിന്നാൽ യാതൊന്ന് ചോദിക്കപ്പെട്ടുവോ അഹം. യത് പൃഷ്ടോ അഹം, ചോദിക്കപ്പെട്ടവനായ ഞാൻ. കപിലസ്യ ച സംവാദോ, കപിലന്റെ സംവാദം. ദേവഹൂത്യാശ്ച പാവന, ദേവഹൂതിയുടെ പാവനമായ ഈ ചരിതവും, ഇത് രണ്ടും ഈ സംവാദത്തിൻ്റെ ഫലമായി ഈ സാംഖ്യശാസ്ത്രം ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഗഹനമായ വിഷയം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഹേ അനഘ താത വത്സ കപിലസ്യ ദേവഹൂത്യാഃ ച പാവനഃ സംവാദഃ അഹം യത് പൃഷ്ടഃ ഏതദ്വൈ നിഗദിതം.
പാപമില്ലാത്തവനായ ഹേ വത്സനായ വിതുര, അങ്ങ് ചോദിച്ചതും കപില ഭഗവാന്റെ മാതാവായ ദേവഹൂതിയുടെയും പരിശുദ്ധമായ സംവാദത്തിൻ്റെ ഫലമായ ഈ സാഖ്യശാസ്ത്രം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഉപദേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതന്നിഗദിതം താതാം യത് പൃഷ്ടോഹം തവാനഘാം കപിലസ്യ ച സംവാദോ ദേവഹൂത്യാശ്ച പാവനാം. ഹേ അനഘ താതാ, കപിലസ്യ ദേവഹൂത്യാഃ ച പാവനഃ സംവാദഃ അഹം യത് പൃഷ്ടഃ ഏതദ്വൈ നിഗദിതം. ഞാൻ ചോദിച്ചപ്പോൾ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നുവല്ലോ. ഏതന്നിഗദിതം താതാ യത് പൃഷ്ടോഹം തവാനഘാം കപിലസ്യ ച സംവാദോ ദേവഹൂത്യാശ്ച പാവനാം. ഏതന്നിഗദിതം താതാ യത് പൃഷ്ടോഹം തവാനഘാം കപിലസ്യ ച സംവാദോ ദേവഹൂത്യാശ്ച പാവനാം. യ ഇദമനുശൃണോതി യോഭിധത്തെ കപിലമുനേർ മതം ആത്മയോഗൗഹ്യം ഭഗവതി കതധീഃ സുപർണകേതാവ് ഉപലഭതേ ഭഗവത് പദാരവിന്ദം. യഹ ആരാണോ ഇതം ഈ സാഖ്യയോഗം പറയുന്ന അധ്യായങ്ങളെ അനുശൃണോതി വീണ്ടും വീണ്ടും കേൾക്കുക, യോ അഭിധത്തെ ആരാണോ പറയുക, കപിലമുനേഹി കപിലമുനിയുടെ മതം അഭിപ്രായത്തെ ആത്മയോഗ ഗുഹ്യം മുഖ്യമായ ആത്മയോഗത്തോട് ചേർത്തിട്ട് ഭഗവതി കൃതധീഹി സുപർണകേതൗ സുപർണകേതുവായ ആ ഭഗവാനിൽ, ഗരുഡം കൊടിയടയാളമായ ആ ഭഗവാനിൽ ഉപലഭതേ ഭഗവത് പദാരവിന്ദം, ഭഗവത് പദാരവിന്ദത്തെ ലഭിച്ചു അവൾക്കർത്ഥം. ആത്മാവിൻ്റെ സ്വരൂപത്തെ സാക്ഷാത്കരിക്കാനുള്ള മാർഗങ്ങൾ വെച്ച് കപിലൻ തൻ്റെ അഭിപ്രായത്തിൻ്റെ സാരാംശമായി സാഖ്യശാസ്ത്രത്തെ എല്ലാ ദിവസവും കേട്ട് പഠിച്ച് ഉറപ്പിക്കാനുള്ള ആ സാഖ്യശാസ്ത്രവും അന്യന്മാരെ കേൾപ്പിക്കുകയോ അങ്ങനെയുള്ള ആ പുരുഷൻ്റെ മനസ്സ് ഗരുഡാരൂഢനായ ഭഗവാൻ സുസ്ഥിരമായി വസിക്കാൻ പാകത്തിന് തിരഞ്ഞെടുക്കും. ഭൗതിക വാസനത്തിൽ ഭഗവാന്റെ പാതാരവിന്ദത്തെ അവർ ഭൗതികത തീരുമ്പോൾ ഭഗവത് പാദങ്ങളിലേക്ക് ലയിക്കുകയും. ഇതാണ് പാർഷദന്മാരായി ഭഗവാന്റെ കൂടെ ചെന്ന് നിന്നാൽ ഉണ്ടാകുന്ന അനുഭവം. യേ ഇതമനുശൃണോതിയോഭിധത്തെ കപിലമുനേർ മതമാത്മയോഗൗഹ്യം ഭഗവതി കതസീ സുപർണകേതൗ ഉപലഭത്തെ ഭഗവത് പദാരവിന്ദം. കപിലമുനേഃ ആത്മയോഗ ഗുഹ്യം മതം യഹ അനുശൃണോതി അഭിധത്തെ സഹ സുപർണകേതൗ ഭഗവതി കൃതധീഃ ഭഗവത് പദാരവിന്ദം ഉപലഭത്തെ. യ ഇദമനുശൃണോതി യോഭിധത്തെ കപിലമുനേർ മതമാത്മയോഗൗഹ്യം ഭഗവതി കൃതധീഃ സുപർണകേതൗ ഉപലഭത്തെ ഭഗവത് പദാരവിന്ദം. കേതൗ ഉപലഭതയാണ്, കേതാ ഉപലഭത്തെ എന്ന പുസ്തകത്തിൽ കാണുന്നത്. യ ഇദമനുശൃണോതി യോഭിധത്തെ കപിലമുനേർ മതമാത്മയോഗൗഹ്യം ഭഗവതി ഗതധീ സുപർണകേതൗ ഉപലഭതേ ഭഗവത് പദാരവിന്ദം എന്നിങ്ങനെ മൂന്നാം സ്കന്ധത്തിലെ ഈ 33-ാമത്തെ അധ്യായം ഇവിടെ ഉപസംഹരിക്കാം. ഇനി നമുക്ക് അടുത്ത 33 അധ്യായം കൊണ്ട് ഈ ഭാഗം ഇവിടെ ഉപസംഹരിച്ചു. അടുത്ത ദിവസം നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം.
മൂന്നാമത്തെ സ്കന്ധത്തിലേക്ക് പ്രവേശിച്ചു പൂർണ്ണമായി. ഇനി നമുക്ക് 4-ാം സ്കന്ധത്തിലേക്ക് ഭഗവത് സ്വരൂപത്തിൻ്റെ ബാക്കിയുള്ള വർണ്ണനയ്ക്ക് വേണ്ടി പ്രവേശിക്കാം. അതുകൊണ്ട് ഇന്ന് ഈ തൃതീയ സ്കന്ധത്തെ ഇവിടെ ഉപസംഹരിക്കാം. സംഹരിച്ചതിന് ശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നാളെ ആകും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.